പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നന്മയുടെ നല്ല ദിവസത്തിൽ നമുക്ക് ഇന്നൊരു പുതിയ കാര്യം പഠിക്കാൻ മനസ്സിലാക്കാം. ഈ വർഷത്തെ ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് എഴുത്തുകാരിക്കാണ്. അവരുടെ പേര് സാമന്ത ഹാർവി എന്നാണ്. എന്താണ് ഈ ബുക്കർ പ്രൈസ്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബുക്കർ പ്രൈസ്, പുലിറ്റ്സർ പ്രൈസ് എന്നൊക്കെ. ബുക്കർ പ്രൈസ് നമുക്കൊന്ന് നോക്കാം. ബുക്കർ പ്രൈസ് ഏർപ്പെടുത്തുന്നത് 1969 അത് തുടങ്ങുന്നത്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബുക്കർ പ്രൈസിൻ്റെ എമൗണ്ട് 50,000 പൗണ്ടാണ്. 50,000 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണിയുടെ 53,78,190 രൂപ ഇന്ത്യൻ മണി. ആ ഒരു പൈസയിൽ ഒതുങ്ങുന്നതില്ല, മറിച്ച് ബുക്കർ പ്രൈസ് കിട്ടിയ കൃതി എന്ന നിലയിൽ ഇത് ലോകം എമ്പാടും അറിയപ്പെടുകയും ലോകത്തിൽ വളരെ പ്രശസ്തി ഇതിന് ലഭിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ പ്രത്യേകത. ആ ഒരു വായന, അവരുടെ വായനക്കാർ വർദ്ധിക്കും. അങ്ങനെ അവരുടെ സബ്സ്ക്രിപ്ഷൻസ് കൂടും. അതോടെ പുസ്തകം വിറ്റഴിക്കാൻ നല്ല ഒരു മാധ്യമം കൂടെയാണ്. ഇനിയും ഈ ബുക്കർ പ്രൈസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബുക്കർ മക്കോണൻ ലിമിറ്റഡ് എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. ആ സംഘടനയോടൊപ്പം തന്നെ വേറെ ആളുകളും വേറെ സംഘടനകളോടൊപ്പം ചേർന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതല്ല. ഈ സാമന്ത ഹാർവി എഴുതിയ പുസ്തകം ഏതാണെന്ന് ഓർബിറ്റൽ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. സാമന്ത ഹാർവിയുടെ ഒരു ജീവ പശ്ചാത്തലം ഞാൻ പറയാം. 1975 ജനിക്കുന്നത്. 48 വയസ്സ് ഇപ്പോൾ കാണും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ വായന ഇത് വെൽഡർനെസ് എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകം. അത് ഒരുപാട് അവാർഡുകൾക്കൊക്കെ പോയിട്ടുള്ള പരിക്രമണം എന്ന് പറയപ്പെടുന്ന മറ്റൊരു ബുക്കുണ്ട്. അത് 2022 ഇറങ്ങിയത്. അവരുടെ ചില നോവലുകളൊക്കെ വളരെ പ്രശസ്തമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ മുമ്പേ പറഞ്ഞത് എഴുത്തല്ല, അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തി. അവർ ഫിലോസഫിയിലാണ്. ഫിലോസഫി എൻ്റെ കൂടെ ഐച്ഛിക വിഷയമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ ഇഷ്ടപ്പെട്ടത്. തത്വശാസ്ത്രത്തിലാണ് അവർ പഠിച്ചു. പിന്നെ അവർ MA ബിരുദാനന്തര ബിരുദം എടുത്തിരിക്കുന്നത് ക്രിയേറ്റീവ് റൈറ്റിങ്ങിലാണ്. MA PhD ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ തന്നെ, അതായത് ഡോക്ടറേറ്റ് എടുത്തതും ക്രിയേറ്റീവ് റൈറ്റിങ്ങിലാണ്. ഇനിയും ഓർബിറ്റിൽ ബുക്കർ പ്രൈസ് നേടിക്കൊടുത്തു. അവിടെ പിന്നെ ചെറുകഥാകൃത്താണ്. നോവലിസ്റ്റ് എന്ന നിലയിൽ മാത്രമല്ല, ലേഖികയാണ്. അതായത് ഒരുപാട് ലേഖനങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ ലേഖനങ്ങളുണ്ട്, അനുബന്ധിതമായ ലേഖനങ്ങളുണ്ട്. അവർ 48 വയസ്സിൽ തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി തീർന്നു എന്നതാണ് ഇന്നലെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനിയും എന്താണ് ഈ ബുക്കർ പ്രൈസ് എന്തിനെയാണ് പരിഗണിക്കുന്നത്? സുസ്ഥിരമായിട്ട് ഏതെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ ഫിക്ഷൻ കേന്ദ്രീകരിച്ച് എഴുതുക. അപ്പം ഫിക്ഷണൽ റൈറ്റിങ്സാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. നിങ്ങൾ ഫിക്ഷനിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള പറയാം എഴുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ബുക്കർ പ്രൈസിനല്ല, ഏത് പ്രൈസിനും നിങ്ങൾക്ക് അത് കൊടുക്കാൻ സാധിക്കും. ഇനി എന്താണ് ഓർബിറ്റിൻ്റെ കേന്ദ്രം? കേന്ദ്രം ഭൂമിയാണ് കേന്ദ്ര കഥാപാത്രം. ഈ ഭൂമിയെ വലയം ചെയ്യുന്ന, സൂര്യനെ വലയം ചെയ്യുന്ന ആണ് നമ്മുടെ ഭൂമിയുടെ, ഞാനതിനെ വേറൊരു വാക്കിൽ പറഞ്ഞാൽ, സൂര്യനെ കണ്ട് തുള്ളിച്ചാടി വട്ടം കറങ്ങി കിടക്കുക നമ്മുടെ ഭൂമി. ഇങ്ങനെ വട്ടം കറങ്ങി കിടക്കുക. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഇരുട്ടിലാക്കുക, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മളെ പ്രകാശത്തിലാക്കുക, ഇങ്ങനെ വട്ടം കറങ്ങി കിടക്കുക. എന്നാൽ ഈ സ്ത്രീയുടെ റൈറ്റിങ്ങിൽ ഭൂമിയെ വലം ചെയ്യുന്ന 225 മൈൽ അകലെ നിന്നുകൊണ്ട് ഭൂമിയെ വലയം ചെയ്യുന്ന ഒരു ചെറിയ ഉപഗ്രഹം പോലൊരു സാധനം. അതിനകത്ത് ഏതാനും കഥാപാത്രങ്ങളെ, 6 മനുഷ്യ കഥാപാത്രങ്ങളെയാണ്, ഭൂമിയെ നിരീക്ഷിക്കുന്ന 6 കഥാപാത്രങ്ങൾ. അതായത് ചിമ്മാത്ത കണ്ണോടുകൂടി മിന്നുന്ന ഭൂമിയെ, തിളങ്ങുന്ന ഭൂമിയെ അവർ മനസ്സിലാക്കുക. അങ്ങനെ കണ്ട കാര്യങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യും. അതിനകത്ത് 2 കഥാപാത്രങ്ങൾ സ്ത്രീ കഥാപാത്രങ്ങളാണ്. ആ സ്ത്രീ കഥാപാത്രങ്ങൾക്കും പ്രത്യേക ജോലിയുണ്ട്. അപ്പം ഭൂമിയുടെ അവസ്ഥാന്തരങ്ങളെ, ഭൂമിയുടെ ഇപ്പോഴത്തെ പോക്കിനെ, പ്രത്യേകിച്ച് ഈ ഒരു ഫിക്ഷണൽ റൈറ്റിംഗ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള എൻ്റെ ഒരു ചിന്ത മറ്റൊന്നുമല്ല, ഈ റൈറ്റിങ്ങിനുള്ള പ്രാധാന്യം. ഇന്ന് ആഗോളതാപനം വരുന്നു, അല്ലെങ്കിൽ കടൽ വെള്ളം കയറി കര നഷ്ടപ്പെട്ടു പോകുന്നു,
പിന്നെ ജൈവ വൈവിധ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പം ഇതിൻ്റെയൊക്കെ പ്രാധാന്യത്തെ നമ്മുടെ റൈറ്റേഴ്സൊക്കെ ഒരുപാട്, നമ്മുടെ മലയാള റൈറ്റേഴ്സൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇനിയും മരിക്കാത്ത ഭൂമിയിൽ നിന്ന് ആശങ്ക മൃത്യുവിൻ, ഇത് അങ്ങനെ നിന്നെ ആസന്ന മൃത്യുവിൻ ആത്മശാന്തി എന്നൊക്കെ എഴുതിയേക്കുന്ന കുറേ റൈറ്റിങ്സ് ഉണ്ട് ഭൂമിയെക്കുറിച്ച്. അപ്പം ഭൂമി, മഴ, ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റൈറ്റിങ്സൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഇതിൻ്റെ സംഗ്രഹം, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സംക്ഷിപ്ത രൂപം കിട്ടുന്നുണ്ടെങ്കിൽ എടുത്ത് വായിക്കുക. 2 കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഒന്ന്, ബുക്കർ പ്രൈസ് ഈ വർഷം നേടിയത് ആർക്കാണ്? സാമന്ത ഹാൽബി എന്ന വ്യക്തിക്കാണ്. ഏത് ബുക്കാണ് എന്ന് ചോദിച്ചാൽ ഓർബിറ്റൽ. അടുത്ത ദിവസം അല്ലെങ്കിൽ വരുന്ന ദിവസം പുതിയ വായനയുടെ ഒരു കാര്യം കൂടെ നിങ്ങളെ പുതിയ പുതിയ കാര്യങ്ങൾ പരിചയപ്പെടുത്താം. താല്പര്യമുള്ളവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാഭ്യാസപരമായ പുതിയ പുതിയ കാര്യങ്ങൾ എത്തുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരൂർ.